നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ പുതിയ സീസൺ ആരംഭിക്കുകയാണ്. അവരുടെ സീസൺ ഓപ്പണർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജോൻ ഗാംബർ ട്രോഫി മത്സരം ഇന്നാണ്. കോമോക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം 12:30 അവർ കളിക്കാനിറങ്ങുന്നത്. ആ കളിയിൽ അവർ തങ്ങളുടെ പുതിയ സീസണിലേക്കുള്ള സ്ക്വാഡിനെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്ന് മാത്രമല്ല, അവരുടെ നായകൻ ആരാധകരോട് സംസാരിക്കുകയും ചെയ്യും. ബാഴ്സയുടെ പുതിയ സ്ക്വാഡിൻ്റെ ഡെപ്ത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാർക്ക തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പരിശോധിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് ഇത്തവണ സ്വാഭാവികമായിട്ടും ജോയൻ ഗാർഷ്യയാണ് ഫസ്റ്റ് ചോയ്സ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഷെസ്നി സെക്കൻഡ് ചോയ്സ് ആയിട്ടുണ്ടാകും. ഇനാക്കി പെന ഇപ്പോൾ സ്ക്വാഡിലുണ്ട്. അധികം ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്, അവിടെ നിൽക്കുകയാണ്. പിന്നെ മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ 5 മാസക്കാലം അദ്ദേഹം പുറത്തായിരിക്കും. സോ മെയിൻലി ജോയൻ ഗാർഷ്യ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറും സെക്കൻഡ് ചോയ്സായിട്ട് ഷെസ്നിയും. അതാണ് ഹാൻസി ഫ്ലിക്ക് തവണ നടപ്പാക്കാൻ പോകുന്ന ഓർഡർ. ദെൻ ഡിഫൻസിലേക്ക് വരുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇനിഗോ മാർട്ടിനസ് പോയത്. പകരം ഒരു സൈനിങ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം കാറ്റലറ്റ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം എല്ലാം ഒത്തിണങ്ങി ഒരു ഓപ്ഷൻ വന്നെങ്കിൽ മാത്രമേ ബാഴ്സലോണ സൈനിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ കുബാർസി, അറൗഹോ, ഈ 2 പേരാണ് സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരാൻ പോകുന്നത്. അതേസമയം കുബാർസിയുടെ സ്ഥാനത്ത് ഇനിയിപ്പോൾ പകരം കളിപ്പിക്കാവുന്നത് വേണമെങ്കിൽ എറിക് ഗാർഷ്യയെ അവിടെ കളിപ്പിക്കാം, കൂണ്ടയെ വേണമെങ്കിൽ കളിപ്പിക്കാം. വിങ്ങറായിട്ട് ഉപയോഗിക്കുന്നതാണ്, എന്നാൽ പോലും സെൻട്രൽ ബാക്കായിട്ടും കളിക്കാൻ കെൽപ്പുള്ളവരാണ്. പിന്നെ ക്രിസ്ത്യൻസൻ, ജെറാർഡ് മാർട്ടിൻ എന്നിവരൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന സെൻട്രൽ ബാക്കുമാരാണ്. ഇനി വിങ്ങിലേക്ക് പോകുമ്പോൾ കൂണ്ടയാണ് നമ്മൾ റൈറ്റ് വിങ്ങിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം എറിക് ഗാർഷ്യ വേണമെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താം, ഹെക്ടർ ഫോർട്ടിനെ കളിപ്പിക്കാം. നിർബന്ധമാണെങ്കിൽ അറൗഹോയെ പോലും അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കെസാഡോയെ വേണമെങ്കിലും അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേസമയം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ബാൽഡെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ചോയ്സ് ആയിട്ട്. ദെൻ ജെറാർഡ് മാർട്ടിനെ വേണമെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും, ജോഫ്രയെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, മെയിൻ പൊസിഷനിലല്ലാതെ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, വേണ്ടി വന്നാൽ മാറ്റാം എന്ന തരത്തിലാണ് ഈ ഒരു സ്റ്റഡിയിൽ കാര്യങ്ങൾ പോകുന്നത്. മദീറിലേക്ക് പെഡ്രിയും ഡിയോഗും, അതാണ് നമ്മൾ ഡബിൾ പിവോട്ട് പ്രതീക്ഷിക്കുന്നത്. സമയം പെഡ്രിയുടെ സ്ഥാനത്ത് അവിടെ ഗാവിയെ കളിപ്പിക്കാം, ഓഡിയോൾ റോമിയോയെ കളിപ്പിക്കാം, ഈവൻ എറിക് ഗാർഷ്യയെയും അവിടെ കളിപ്പിക്കാവുന്നതാണ്. സമയം ഡിയോങ്ങിൻ്റെ ഭാഗത്ത് കെസാഡോയെ വേണമെങ്കിൽ അവിടെ കളിപ്പിക്കാവുന്നതാണ്, ബെർണാലിനെ കളിപ്പിക്കാം, ഗാവിയെ വേണമെങ്കിൽ അവിടെയും കളിപ്പിക്കാം, ഫെർമിനെയും കളിപ്പിക്കാവുന്നതാണ്. അറ്റാക്കിന് സഹായിക്കുന്ന തരത്തിൽ മധ്യനിരയിൽ ഒൽമോയാണ് ആ കാര്യത്തിലൊരു ഫസ്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പരിക്കും പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അലട്ടാറുള്ളതാണ്. ഫെർമിനെ അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്, ഫെറാൻ ഉപയോഗപ്പെടുത്താം, ഗവിയെ വേണമെങ്കിലും അവിടെ ഉപയോഗപ്പെടുത്താം, പെഡ്രി, ഈവൻ റാഫീഞ്ഞെ പോലും നമ്പർ 10 റോളിൽ കളിക്കാൻ കെൽപ്പുള്ളവരാണ്. ഇനി മുന്നേറ്റത്തെ സഹായിക്കാൻ ഇടതുപാർശ്വത്തിൽ ലാമീൻ യമാൽ, റാഷ്ഫോർഡിനെ വേണമെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താം, ഫെറാൻ ഉപയോഗപ്പെടുത്താം, ഈവൻ റാഫീഞ്ഞയെ പോലും ഉപയോഗപ്പെടുത്താം. റാഫീഞ്ഞ ഇടതുപാർശ്വത്തിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും റൈറ്റ് വിങ്ങറായിട്ടും കളിക്കുന്നയാളാണല്ലോ. പിന്നെ റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ഏത് പൊസിഷനിലും മുന്നേറ്റത്തിൽ കളിപ്പിക്കാമെന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. സമയം ഇടതുപാർശ്വത്തിലെ റാഫീഞ്ഞ ഫസ്റ്റ് ചോയ്സ്. പിന്നെ റാഷ്ഫോർഡിനെ വേണമെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താം, ഫെറാൻ ഉപയോഗപ്പെടുത്താം, ഫെർമനെ ഉപയോഗപ്പെടുത്താം, ഈവൻ ബാൽഡയെ പോലും മുന്നോട്ട് കയറ്റി ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി നമ്പർ 9 സ്ട്രൈക്കറുടെ റോളിലാണെങ്കിൽ ലെവൻഡോസ്കി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പരിക്കേറ്റ് കുറച്ച് മത്സരങ്ങൾ പുറത്തിരിക്കും. അപ്പോൾ ഫെറാനെ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. വേണമെങ്കിൽ റാഷ്ഫോർഡ്, ഇന്നിപ്പോൾ ഒരു പക്ഷേ റാഷ്ഫോർഡിനെ കളിപ്പിക്കാനാണ് സാധ്യത. നമ്പർ 9 ആയിട്ടും കളിപ്പിക്കാൻ പറ്റുമെന്നൊക്കെയാണ് കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇവൺ ഓൽമോ, ഇനിയിപ്പോൾ വേണമെങ്കിൽ ഓൽമോയെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബാഴ്സയുടെ സ്ക്വാഡിൻ്റെ ഒരു ഡെപ്ത്. ഒഫീഷ്യലി അവർ ഈ സീസണിലേക്കുള്ള സ്ക്വാഡ് അധികം വൈകാതെ പുറത്തുവിടും. ആ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.